അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മുടെ ഈ സെഷൻ്റെ ടൈറ്റിൽ ഇന്ത്യ കണ്ടെത്തിയ സൂഫികളും രാജാക്കന്മാരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ റെലവൻ്റായ ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ മുസ്ലിം രാജാക്കന്മാരും സൂഫികളും വഹിച്ചിട്ടുള്ള പങ്ക്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ തമസ്കരിക്കപ്പെടുന്ന ഒരു വലിയ ചരിത്ര ഭാഗമാണ് ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ പ്രസൻസും അതിൻ്റെ കോൺട്രിബ്യൂഷൻസും. പ്രത്യേകിച്ച് നമ്മുടെ NCERTൻ്റെയൊക്കെ സിലബസിൽ നിന്ന് മുഗൾ കാലഘട്ടം ഒഴിവാക്കപ്പെടുന്നു. അതേപോലെ മുസ്ലിം സംഭാവനകൾ ചരിത്രത്തിൽ നിന്ന് മറച്ചു വെക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു അന്വേഷണം മുസ്ലിം കോൺട്രിബ്യൂഷൻസെക്കുറിച്ച് നടത്തിയാൽ മാത്രം പോരാ, അത് പൊതുജനങ്ങളോട് പറയുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാമിനോളം തന്നെ പഴക്കമുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തുന്നുണ്ട്. നമ്മളതിൻ്റെ ചരിത്രത്തിലേക്ക് പോവേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇസ്ലാം വരുന്നത് പ്രധാനമായി രണ്ട് വഴികളിലൂടെയാണെന്ന് നമുക്കറിയാം. ഒന്ന്, ദക്ഷിണേന്ത്യയിൽ വ്യാപാരികളായ പ്രബോധകരിലൂടെ, സൂഫികളിലൂടെ ഇസ്ലാം എത്തുന്നു. അതേപോലെ മുഹമ്മദ് ബിൻ കാസിമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം സിന്ധിൽ വരുന്നതോടുകൂടി 8-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വടക്കേ ഇന്ത്യയിൽ ഇസ്ലാം എത്തുന്നത്. അതിൻ്റെ രണ്ട് ഭാഗത്തു നിന്നുള്ള ഇസ്ലാമിക പ്രബോധനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇന്ത്യ മുഴുവൻ ഇസ്ലാം വ്യാപിക്കാൻ കാരണമായിട്ടുള്ളത്. ഇതും നമുക്കറിയാം. ഇനി മുഹമ്മദ് ബിൻ കാസിമിന് തന്നെ വരാനുള്ള കാരണം അതൊരു അധിനിവേശമായിരുന്നില്ല, മറിച്ച് നമുക്കറിയാവുന്നതുപോലെ ഉമവി ഖലീഫയുടെ സിനോഡിൽ നിന്ന് അദ്ദേഹത്തിന് പുരസ്കാരങ്ങളുടെ ഒരു കപ്പൽ പോകുമ്പോൾ ദാഹിർ രാജാവ് അത് തടയുന്നു. അപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അത് മോചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ദാഹിർ രാജാവ് അതിന് കൂട്ടാക്കുന്നില്ല. ആ സമയത്ത് ഒരു അനിവാര്യമായ ഒരു സൈനിക ഇടപെടലാണ് മുഹമ്മദ് ബിൻ കാസിമിൻ്റെ നേതൃത്വത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ അതിലുള്ള ഒരു സംഭവം, ദാഹിർ രാജാവിൻ്റെ ക്രൂര ഭരണത്തിന് കീഴിൽ പൊറുതിമുട്ടുകയായിരുന്ന അവിടുത്തെ കർഷക സമൂഹം, പ്രത്യേകിച്ച് ജാട്ടുകൾ, ഈ മുഹമ്മദ് ബിൻ കാസിമിനും സംഘത്തിനും വലിയ വരവേൽപ്പ് നൽകുകയും അങ്ങനെ ഒരു വിമോചന ദൗത്യം തന്നെ മുഹമ്മദ് ബിൻ കാസിം ഇവിടെ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരിലൂടെയല്ല ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിക്കുന്നത് മുഴുവൻ പിന്നീട് ഇവരുടെ കൂടെയോ അല്ലാതെയോ വന്നിട്ടുള്ള സൂഫി വര്യന്മാരിലൂടെയാണ്. ഇതും ചരിത്രപരമായ വസ്തുതയാണ്. അപ്പോൾ ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ അങ്ങനെ 712 വന്ന, അതിനുശേഷം ഗസ്നികൾ വരുന്നു, ഗൂറികൾ വരുന്നു, തുഗ്ലക്കുകൾ വരുന്നു, ലോധിമാർ വരുന്നു. പിന്നെ ഡൽഹി സൽത്തനത്ത് രൂപീകരിക്കപ്പെടുന്നു. ഡൽഹി സൽത്തനത്തിൻ്റെ പുറമെ ഗുജറാത്തിലും അതേപോലെ അഹമ്മദ് ഷായുടെ ഭരണം, അതേപോലെ ദക്ഷിണേന്ത്യയിൽ നൈസാമിൻ്റെ ഭരണം, മൈസൂരിൽ ഹൈദറിൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും ഭരണം, ഇങ്ങനെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഇസ്ലാമിൻ്റെ, അതുപോലെ ബീജാപ്പൂരിൽ ബാമിനി സുൽത്താൻമാർ, അതേപോലെ ഈ ഫൈസാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള നവാബുമാരുടെ ഭരണം, ഇതൊക്കെ വളരെ വേഗം സ്പ്രെഡാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ വിമോചന ദൗത്യവും, അതായത് ഇവിടെ ഉണ്ടായിരുന്ന സവർണാധിപത്യത്തിൽ നിന്ന്, ജാതീയമായ മേധാവിത്വത്തിൽ നിന്ന്, അതിൻ്റെ അരക്ഷിതാവസ്ഥകളിൽ നിന്ന് ഇവർക്ക് ഈ ഏകതര സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശവുമായി വരുന്ന ഒരു മതത്തിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, അതൊരു വൻ സ്വീകാര്യതയാണ്. അപ്പോൾ ജനങ്ങളെ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രചാരണത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾക്കത് തോമസ് ആർണൾഡ് അദ്ദേഹത്തിൻ്റെ ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിൽ വളരെ വ്യക്തമായി അത് പറയുന്നൊരു കാര്യമുണ്ട്. എടുത്തു പറയുന്നൊരു കാര്യം, മുസ്ലിങ്ങൾക്ക് അധികാരമുണ്ടായിരുന്ന സ്ഥലങ്ങളിലോ കാലത്തോ അല്ല ഇന്ത്യയിൽ ഇസ്ലാം വ്യാപകമായി പ്രചരിച്ച് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, മലബാറിൽ ഇസ്ലാം വ്യാപകമാവുന്നത് സാമൂതിരിയുടെ കാലഘട്ടത്തിലാണ്. അതൊരു ഇസ്ലാമിക ഭരണത്തിന് കീഴിലേ അല്ല. പിന്നെ ചരിത്രത്തിൽ ഔറംഗസീബിൻ്റെ പേരിലും അതേപോലെ ടിപ്പു സുൽത്താൻ്റെ പേരിലും 2 ആരോപണങ്ങൾ ഹിന്ദുത്വവാദികളും അതേപോലെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും ഉന്നയിച്ചിട്ടുള്ളത് കൂട്ട മതപരിവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഇതും
വസ്തുതാപരമായി ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ബി എൻ പാണ്ഡെയുടെ ഇന്ത്യ ഇൻ ഇസ്ലാം കൾച്ചർ എന്ന പുസ്തകത്തിൽ വസ്തുനിഷ്ഠമായി അത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ നീട്ടി പറയുകയല്ല. അപ്പോൾ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ പിന്നീട് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ എല്ലാ രംഗങ്ങളിലും, ഇപ്പം ഭരണപരമായ രംഗങ്ങളിൽ, കാർഷിക രംഗങ്ങളിൽ, റവന്യൂ വരുമാനത്തിൽ, ഇതിലെല്ലാം വളരെ ലോകത്തിൽ തന്നെ ഒരു മികച്ച സാമ്പത്തിക ശക്തിയായി വളർത്തുന്നതിൽ, ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഡൽഹി സൽത്തനത്തും അതേപോലെ മറ്റെല്ലാ മുസ്ലിം രാജാക്കന്മാരും മഹത്തായ കോൺട്രിബ്യൂഷൻസാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് വളരെ സമ്പന്നമായ സുഭിക്ഷമായ ഒരു രാജ്യമാണ്. അപ്പോൾ ഔറംഗസീബിൻ്റെ കാലത്തോ അക്ബർ കാലത്തിൻ്റെ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് അന്ന് നമ്മളുടെ ഒരു മൊത്തം സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് അന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ചും അതിനേക്കാൾ മികച്ച ഒരു സാമ്പത്തിക ശക്തിയായിരുന്നു എന്നുള്ളത് ശശി തരൂരിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അത് ബ്രിട്ടീഷുകാർ ഈ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും ഇന്ത്യയെ പാപ്പരാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നതും നമുക്ക് ചരിത്രപരമായൊരു വസ്തുതയാണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ള വാക്ക് തന്നെ കടപ്പെട്ടിരിക്കുന്നത് അൽ ഹിന്ദ് എന്ന അറബി വാക്കിനോടാണ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് 2 ചരിത്ര അധ്യാപകരാണ്, ചരിത്ര പണ്ഡിതന്മാരാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ 2 കാര്യങ്ങളാണ് നമുക്കിവിടെ നമ്മളെ ഈ സെഷനിൽ പരിശോധിക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യക്ക് സൂഫിസം എന്താണ് സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ കൾച്ചർ തന്നെ ഒരു ബഹുസ്വര സംസ്കാരമാണ് നമുക്ക് അറിയാവുന്നതാണ്. ഈ ബഹുസ്വര സംസ്കാരം ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിൽ, അതേപോലെ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഒരുപാട് ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ ആര്യസമാജം പോലെയുള്ള, ബ്രഹ്മസമാജം പോലെയുള്ള, അതേപോലെ സിഖ് മതം, അതേപോലെ ഗുജറാത്തിലുണ്ടായിരുന്ന പ്രണാമി മതം, ഇതിനൊക്കെ പ്രചോദനമായി തീർന്നിട്ടുള്ളതും സൂഫിസമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് സൂഫിസത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണ് ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ എന്താണ് മുസ്ലിം രാജാക്കന്മാർ ഈ രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നൽകി. ഈ 2 വശങ്ങളാണ് പരിശോധിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു ആദ്യം സിന്ന ഡത്താണി എന്താണ് ഈ സൂഫിസം ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ആമുഖം നൽകും. അതിൻ്റെ ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മജീദ് ആൻഡ് പ്രിയപ്പെട്ട ഷമീർ, നമ്മുടെ വളരെ പ്രമാദമായ ഒരു വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം തന്നെ ഒരു സൂഫി പർണശാല പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു സൂഫികളെ ഇരുന്ന് അവരുടെ പ്രബോധനം നടത്തിയിരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ബുഖാരി ദഅവ കോളേജിലെ നമ്മുടെ സുഹൃത്തുക്കൾ എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളുകളാണ്. സൂഫിസം ഒരു മുഖപുര, അറിയപ്പെടാത്ത ഇന്ത്യ, ഈ 2 പുസ്തകങ്ങളിലും ഞാൻ 2 ആസ്പെക്ട്സ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ആഗോളപരമായി സൂഫിസം എങ്ങനെയൊക്കെയാണ് അത് തരീഖകളായി, തായിഫകളായി ലോകത്ത് എങ്ങനെ പ്രചരിച്ചു, അതിൻ്റെ സാമൂഹിക സാംസ്കാരിക വശങ്ങൾ, ഇതൊക്കെ ഞാനൊരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. മറ്റൊരു പുസ്തകം അറിയപ്പെടാത്ത ഇന്ത്യ എന്നത് എൻ്റെ ആലോചനകൾക്ക് ഒരു വിരാമമായി, അതിനൊരു പരിഹാരമായി, ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു വലിയ കാലഘട്ടത്തെ വിസ്മരിക്കുന്ന ചരിത്രത്തിൻ്റെ ഇല്ലായ്മകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു. ഈ 2 ആശയങ്ങളും എൻ്റെ മനസ്സിൽ മുട്ടിട്ടത് ഞാൻ അലിഗഡിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ്. അവിടെ സൂഫിസം ഒരു പ്രധാന വിഷയമായി എടുത്തപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഈ പുസ്തകങ്ങളിൽ ഞാൻ വരച്ചു കാണിച്ചത്. എന്നാൽ ഇതിനൊരു തുടർച്ചയായിട്ട് നമ്മുടെ കേരളത്തിലെ ചരിത്ര വിദ്യാർത്ഥികൾ അതിനെ കൂടുതൽ പരിപോഷിപ്പിച്ച് പുതിയ പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവരും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ എന്നോ അസ്തമിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പുനർജീവനം നൽകാനുള്ള ഒരു ശ്രമം ഇതുപോലുള്ള ഒരു കൂട്ടായ്മയിലൂടെ കിട്ടുമെങ്കിൽ അത് ശുഭകരമാണ്, ശുഭോദർക്കമാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു വിശകലനം ആവശ്യമാകുന്നത്
ഇന്ന് നമുക്ക് ഫാസിസ്റ്റുകളും നമ്മൾ തന്നെയും ചരിത്രത്തെ അവഗണിക്കുന്ന, അവമതിക്കുന്ന ഒരു രീതിശാസ്ത്രത്തിൽ നിന്ന് ഈ രാജ്യത്തെ മുസ്ലിം ചരിത്രത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിനൊരു പുനരാഖ്യാനം ആവശ്യമാണ്. നമ്മൾ പറയുക മുഹമ്മദ് ഗസ്നിയിൽ നിന്നും അവരുടെ പടയോട്ടങ്ങളിൽ നിന്നൊക്കെ തുടങ്ങി അവസാനം ഔറംഗസേബിൻ്റെ ഹിന്ദു ധ്വംസനം വരെ എത്തി നിൽക്കുന്ന ഒരു ചരിത്രത്തിന് ഒരു മറുപടി പറയാൻ അതേ രീതിശാസ്ത്രം കൊണ്ട് നമുക്ക് കഴിയാതെ പോവുകയാണ്. കുറേ കൊട്ടാര ചരിത്രകാരന്മാരൊക്കെ എഴുതി വച്ച യുദ്ധകഥകൾ വായിച്ച് അങ്ങനെയാണ് ഇവിടെ ചരിത്രമുണ്ടായത് എന്നൊക്കെയുള്ള അബദ്ധപരമായ വിശകലനങ്ങളാണ് നമ്മൾ പഠിക്കുന്നതും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ചരിത്രാധ്യാപകരായ ഞങ്ങൾക്കറിയാം എന്താണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എത്ര പള്ളികൾ പൊളിച്ചു, എത്ര അമ്പലങ്ങൾ പൊളിച്ചു, എത്ര അതിൻ്റെ മേലെ പള്ളികൾ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിരിക്കാം, ഇല്ലായിരിക്കാം. കാരണം സാമ്രാജ്യത്വ ശക്തികൾക്ക് പള്ളിയുമില്ല, അമ്പലവുമില്ല. അതുപോലെയാണ് തീവ്രവാദികളുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ്. പക്ഷേ അമ്പലം പൊളിക്കലോ പള്ളി ഉണ്ടാക്കലോ ഒന്നും അല്ല ഇസ്ലാമിക പ്രചാരണം, പ്രബോധനം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തെ മുന്നോട്ട് മാറ്റിയെടുക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ സമൂഹത്തിൽ ചലനമുണ്ടാക്കി അവരെ പൗരന്മാരാക്കി വാർത്തെടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സമൂഹത്തിന്, ഒരു മതത്തിന് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും ഇസ്ലാം മതം വന്നത് ഏകത്വവും സമത്വവുമായാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം, ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുന്നത് ഈ ഏകത്വവും സമത്വവും എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ഈ രാജ്യത്ത് എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് ഈ മുഹമ്മദ് ഗസ്നിയുടെയോ ഔറംഗസേബിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇവരെ നന്നാക്കാനോ അല്ലെങ്കിൽ ഇവരെ ചീത്തയാക്കാനോ പോയിട്ട് ഇസ്ലാമിന് ഒരു ചുക്കും കിട്ടാനുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പുനർപഠനം ആവശ്യമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മറിച്ച് റൊമില താബറിനെ പോലുള്ള ആളുകൾ ഇക്കാര്യം എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു ചരിത്രം ഇങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് അറബി മലയാളം അവഗണിക്കപ്പെടുന്നു എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഉത്തരേന്ത്യയിലുള്ളൊരു ചോദ്യം. കാരണം ഒരു ബ്രാഹ്മിൺ ഒളിഗാർക്കിയുടെ കീഴിലായിരുന്നു ചരിത്രമുണ്ടായിരുന്നത്. അവർക്ക് തങ്ങളുടേതായ ആധിപത്യവും അതുപോലെ തങ്ങളുടെ മേധാവിത്വവും എങ്ങനെയൊക്കെ സ്ഥാപിക്കാൻ പറ്റും എന്നതിന് വേണ്ടിയാണ് അവരൊക്കെ ചരിത്രത്തിൻ്റെ ആളുകളായത്. അതോടൊപ്പം തന്നെ ഭാഷാപരമായും മറ്റും ഔദ്യോഗിക സ്വഭാവം ലഭിക്കുക സ്വാഭാവികമായിട്ടും അത് ഹിന്ദിക്കായിരിക്കും. ഹിന്ദിയിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് വരിക. അതോടൊപ്പം തന്നെ പേർഷ്യനിൽ ഒരുപാട് ചരിത്രമുണ്ട്, പലതും കള്ളക്കഥകളാണ്. ഈ കള്ളക്കഥകളൊക്കെ വായിച്ച് അവിടെ എത്ര പള്ളി പൊളിച്ചു, എത്ര അമ്പലം പൊളിച്ചു എന്ന കഥകളൊക്കെ വായിച്ച് ബ്രിട്ടീഷുകാർ അതൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അക്ബറിനെ കുറിച്ച് അക്ബർ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അക്ബർ മഹാൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അവർ തെറ്റൊന്നും ചെയ്യുകയില്ല എന്ന് ഒരർത്ഥവുമില്ലല്ലോ. ഞാനിപ്പോൾ ആ കുട്ടികൾ അതിൻ്റെ മേലെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ബാബ ഫരീദിൻ്റെ പർണശാല ഉണ്ടായിരുന്നത്. ബാബ ഫരീദ് കുറച്ച് ഉയർന്ന സ്ഥലത്ത് ഇങ്ങനെ മേലെ ഇരുന്നു കൊണ്ട് അടിയിലുള്ള ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന അതിൻ്റെ ഒരു രീതിയൊക്കെ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. വളരെ നന്ദിയുണ്ട് ഈ ഒരു സ്റ്റൈലിന്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തെ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ, അല്ലെങ്കിൽ ഈ പേർഷ്യൻ ചരിത്രകാരന്മാരും മറ്റു കൊട്ടാര ചരിത്രകാരന്മാരും കൂടി മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ യഥാർത്ഥമായ ചരിത്രം അറിയാതെ പോയി. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചരിത്ര സമീപനം, ഒരു നോവൽ അപ്രോച്ച് ചരിത്രത്തിന് വേണ്ടതാണ് എന്ന് പലരും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചരിത്ര സമീപനത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ. പഴയ പലതരത്തിലുള്ള അപ്രോച്ചുകൾ നമ്മൾ കേട്ടിരിക്കും. അതിൽ ഇമ്പീരിയലിസ്റ്റ് അപ്രോച്ചുണ്ട്, നാഷണലിസ്റ്റ് അപ്രോച്ചുണ്ട്, ഇങ്ങനെ കമ്മ്യൂണലിസ്റ്റ് അപ്രോച്ച്, ഇങ്ങനെ പല സമീപനങ്ങളുമുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഒരു കൾച്ചറൽ അപ്രോച്ചിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയുള്ള സൂഫി ഭക്തി പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ വരാൻ തുടങ്ങിയത്. ഒരുപാട് പുതിയ പഠനങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ, അത് യൂറോപ്പിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സാധാരണ പറയാറുള്ളത് ഈറ്റണും അതുപോലെ റിസ്വിയും ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങളാണ് സാധാരണ സൂഫീസ് ഓഫ് ബീജാപ്പൂർ, സൂഫീസ് ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ, സൂഫീസ് ഓഫ് ബാമിനീസ്, അതുപോലെ സൂഫീസ് ഓഫ് മുഗൾസ്,
നക്ഷബന്ദീസ്, ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളും പല ഭാഗത്ത് എഴുതിയപ്പോൾ ഇത് വലിയൊരു ചരിത്രമാണ് എന്ന് മനസ്സിലാക്കി ഇതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള വലിയ ചരിത്ര ശാഖയെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചരിത്രത്തിൽ പുരാവസ്തു ഗവേഷണമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പഴയ ലിഖിതങ്ങളുണ്ട്, ഏടുകളുണ്ട്, ഓലകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോഴാണ് ഈ പുതിയ ചരിത്രം ഉടലെടുക്കുക. സൂഫികളത് മാത്രമായിട്ട് നമുക്ക് മൽഫൂസാസ് എന്ന് പറയുന്ന ഒരു ചരിത്ര ശേഖരം തന്നെയുണ്ട്. ഈ ചരിത്ര ശേഖരത്തിൽ ഇത് ചരിത്രം എഴുതി ആരും തൊട്ടു നോക്കിയിട്ട് പോലില്ല. എന്നാൽ ഇതൊക്കെ ശരിയാണോ? അത് കുറേ അത്ഭുത സംഭവങ്ങളുണ്ടാകും, അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. കാരണം ഒരു ചരിത്രകാരന് ഒരു അത്ഭുത സംഭവം കാണിച്ചു കൊടുത്തിട്ട് അത് വിശ്വസിക്കാൻ പറയാൻ പറ്റില്ല. ഈ ഷുഡ് ഹാവ് പ്രൂഫ് വേണം, അത് വസ്തുതാപരമായിരിക്കണം. ഒരു പുസ്തകത്തിൽ ഒന്നുണ്ട്, ആ പുസ്തകത്തിൽ മറ്റുള്ളവർ ആവർത്തിച്ചാൽ അത് ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു കള്ളം 10 ആളുകൾ പറയുമ്പോൾ അതൊരിക്കലും സത്യമാവില്ല. സാധാരണ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വസ്തുതാപരമായ പഠനങ്ങൾ ആവശ്യമാണ്. വഴികൾക്കിടയിലൂടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഉടലെടുക്കുന്നത് സൂഫി പഠനങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴാണ്. നേരത്തെ മജീദ് സാറ് പറഞ്ഞു, ഈ കേരളത്തിലെ സൂഫിസത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോൾ സൂഫിസം ഇസ്ലാമി എന്ന് പറയുന്നത് വേർതിരിച്ച് വെക്കുന്ന ഒരു സ്വഭാവമാണ് ചരിത്രകാരന്മാർക്കിടയിലുണ്ടായത്. ഇസ്ലാം വേണ്ട, സൂഫിസം മതി എന്ന് പറയും. കാരണം എന്താണ്? ഇസ്ലാം കുറച്ച് മൂർച്ചയുള്ളതാണ്, സൂഫിസം വളരെ മയമുള്ളതാണ്, മയപ്പെടുത്തിയതാണ്. അങ്ങനെയൊക്കെ ഈ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, യൂറോപ്യൻ ചരിത്രകാരന്മാർ ഇതിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി വെക്കാറുണ്ട്. സത്യത്തിൽ നമുക്കറിയാം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതേസമയം നമ്മൾ മാറ്റി നിർത്തേണ്ടത് ഈ പടയോട്ടങ്ങളെയും സാമ്രാജ്യത്വത്തെയാണ്. അത് ഇസ്ലാമല്ല എന്ന് പറയണം. സൂഫിസം ഇസ്ലാമാണ്. നേരെ മറിച്ച് യുദ്ധങ്ങളും കൊല്ലാകൊലകളും ഒന്നും ഇസ്ലാമല്ല. നമുക്ക് ഔറംഗസീബിൻ്റെതായാലും ടിപ്പുവിൻ്റെതായാലും ഏത് ഭരണാധികാരികളുടേതായാലും അവരുടെ ജീവിതത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു മുഖമുണ്ട്. ആ മുഖത്തിന് അപ്പുറമുള്ളതേ പലപ്പോഴും ഇസ്ലാം ആവുകയുള്ളൂ. ടിപ്പു ഒരു നല്ല ഭരണാധികാരിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ടിപ്പുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയാണ് എന്ന് ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാളെ കിട്ടുമ്പോഴേക്കും നമ്മൾ അദ്ദേഹം വലിയ സൂഫി വര്യനാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ സൂഫികളുടെ വില നമ്മൾ തന്നെ ചവിട്ടി മെതിക്കുന്ന അവസ്ഥ വരും. ഒരു ഭരണാധികാരിക്ക് എപ്പോഴും സൂഫിയായി തന്നെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ഇന്ത്യയുടെ സ്ഥിതിഗതികൾ ഏകദേശം അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഓരോ അവരുടേതായ സ്പിരിറ്റ്, റേഷ്യൽ സ്പിരിറ്റ് ഉള്ളവരാണ്. അത് ഹൈദരലിക്കായാലും ഉണ്ട്. ഹൈദരലിയുടെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന് അറിയില്ലെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വംശാവലിയിൽ അദ്ദേഹം ഒരു ഖുറൈശിയാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ ഔറംഗസീബിന് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന് ഒരു മുഗളനാണ് എന്ന് പറയാനാണ്. കാരണം അദ്ദേഹം ആലംഗീരി എന്ന പുസ്തകം അദ്ദേഹം എഴുതി, ഫത്വകളുടെ സമാഹാരമായിട്ട് അദ്ദേഹം എഴുതിയപ്പോഴും, ഫത്തവ ആലംഗീരി എഴുതിയപ്പോഴും അതിൽ അദ്ദേഹം മുഗൾ നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എഴുതുന്നത്. ഒരു ഭരണാധികാരിയും ഇസ്ലാമികമായ നിയമം കൊണ്ടുവന്നിട്ടില്ല, ഔറംഗസീബ് പോലും കൊണ്ടുവന്നിട്ടില്ല. അത് ചരിത്രകാരന്മാർക്ക് എഴുതാം, അദ്ദേഹം ഇസ്ലാമിൻ്റെ ആളാണ്, അദ്ദേഹം ശരീഅത്തിൻ്റെ ആളാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതൊന്നുമല്ല. കാരണം ഔറംഗസേബ് തൻ്റെ സഹോദരനെ കൊന്നപ്പോഴും പിതാവിനെ ജയിലിലിട്ടപ്പോഴും ഒരുപാട് സൂഫികൾ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. കാരണം അത് യഥാർത്ഥത്തിലെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെയൊക്കെ ഒരു ജീവിതം നോക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു ചരിത്രത്തെ വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. മറിച്ച് വി ഹാവ് ടു ഗോ ത്രൂ വാട്ട് ദ സൂഫീസ് ഹാവ് ഡൺ. സൂഫികളുടെ പ്രവർത്തനം എന്തായിരുന്നു? ഒരുപാട് ആളുകൾ മതം മാറി, സൂഫികൾ മതം മാറ്റി, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നത്തെ പോലെയല്ല മതം മാറ്റം. അന്ന് ഒരു മതം മാറുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ്. കാരണം അന്നത്തെ ജാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അന്നത്തെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക അധസ്ഥിതത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഒരേ ഒരു മാർഗം മതം മാറലായിരുന്നു. അങ്ങനെ മതം മാറുന്നതിൽ ബ്രാഹ്മണർക്കൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർക്കൊരു പ്രശ്നവുമില്ല. കാരണം മതം മാറുന്നത് ഇവരുടെ ജാതിയിൽ നിന്ന് പുറത്തുള്ളവരാണ്, ശൂദ്രന്മാരാണ്, തൊട്ടുകൂടാത്തവരാണ്. അവരെന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. കാരണം കേരളത്തിൽ തന്നെ മതം മാറ്റങ്ങൾ ഇങ്ങനെ വ്യാപകമായി നടന്നപ്പോൾ ബ്രാഹ്മണർ എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചെറുമൻ പോയി തുപ്പിയിട്ടാൽ
ചിത്രം അവനെത്തി ചാരത്തിരുത്തണം. കാരണം അവർക്ക് ഈ ഏഴനോട് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ മതത്തിൽ അവരെ ഒപ്പം ഇരുത്താനുള്ള ഒരു വകുപ്പില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നീ പോയി തൊപ്പി പോയിട്ടോ, എന്നിട്ട് ഇസ്ലാമായിട്ട് വന്നോ, എൻ്റെ അടുത്ത് ഇരിക്കാം. അപ്പോൾ അവർക്കുള്ള ആ ഒരു സ്നേഹഭാവം അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മതം മാറുന്നതിൽ ഒരു വലിയ പ്രശ്നം എവിടെയും ഉണ്ടായിട്ടില്ല. സാമൂതിരി തന്നെ മതം മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ പ്രോത്സാഹനവും നൽകിയിരുന്നില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഈ ഒരു വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച് അതേ പുസ്തകം എഴുതി അത് നോക്കി വേറൊരു പുസ്തകം എഴുതി അങ്ങനെ വായിക്കുന്ന ചരിത്രങ്ങളിൽ നിന്ന് മാറി നമ്മൾ സൂഫികളിലൂടെ ചരിത്രത്തിന് തുടങ്ങണം. ഇസ്ലാം എപ്പോഴേക്കാണ് വന്നത്? ഇസ്ലാമിയുടെ മുഹമ്മദ് ഗസ്നി വന്നപ്പോഴാണ് വന്നത്? അല്ല, അത് ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ ആവിർഭാവങ്ങൾ ഉത്തരേന്ത്യയിലുണ്ട്. ദക്ഷിണേന്ത്യയിൽ റസൂലിൻ്റെ കാലത്ത് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ പഠനങ്ങളിലൂടെ കാണുന്നത്. ചേരമാൻ പെരുമാൾ മതം വിശ്വസിച്ച കാര്യത്തിലാണ് തർക്കമുള്ളത്. അല്ലാതെ അന്ന് നല്ല കച്ചവട ബന്ധമുണ്ട്, എപ്പോഴും അറബികൾ വന്നു പോകുന്നു. ആ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇസ്ലാം വന്നിട്ടുണ്ടാകും. പക്ഷേ ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് ഇപ്പോഴും ഒരു ഉറപ്പ് പറയാൻ നമുക്ക് ചരിത്ര വസ്തുതകൾ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കേട്ടത് അപ്പടി, അല്ലെങ്കിൽ വായിച്ചു കേട്ട 10 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പുസ്തകത്തിലും ഞാനും അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പോരാ ചരിത്രത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുവാൻ. അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുത്താനും കഴിയണം. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ തർക്കം അവിടെ കിടന്നോട്ടെ. പക്ഷേ അവിടെയും തന്നെ ഒരു സൂഫി ടച്ച് നമ്മുടെ ചരിത്രത്തിനുണ്ടാവണം. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ അന്ന് തുടങ്ങിയാലും പോരാ. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിക്ക് മുമ്പ് തന്നെ, തരീഖകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സയ്യിദ് സാലാർ മസൂദ് തുടങ്ങിയ ആളുകൾ 8-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. പല ആളുകളും സിന്ധിലും മറ്റും താമസമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച്, അവരെക്കുറിച്ചുള്ള മൽഫൂസാത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. മൽഫൂസാത്തിൽ പറയുന്നതൊക്കെ ശരിയാണോ? അല്ല. പക്ഷെ അതേസമയം നമുക്ക് വായിച്ചെടുക്കുമ്പോൾ അന്നത്തെ സമൂഹവും നമ്മൾ അതിൽ നിന്ന് പറയുന്ന കാര്യങ്ങളും കൂടി നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയും. നമ്മളിപ്പോൾ ഒരു കല്ല് കാണുമ്പോൾ, ഇപ്പോൾ നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രം കിട്ടിയാൽ ഒരാൾ പറയണത് 500 വർഷം മുമ്പുള്ളതാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സാധാരണ ബുദ്ധി കൊണ്ട് പറയാം ഇതിന് 500 വർഷം പഴക്കമില്ല, കാരണം അന്ന് സ്റ്റീലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ മാത്രമാണ് ഒരു പുതിയ ചരിത്രം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ഈ ചരിത്രത്തിന് ഒരു പുതിയ മുഖം സൃഷ്ടിക്കാനും കഴിയണം. അതിനുള്ളൊരു ശ്രമം തീർച്ചയായിട്ടും നിങ്ങൾ വിദ്യാർത്ഥികൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആദ്യത്തെ റൗണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലേ, അപ്പോൾ HR പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചരിത്രത്തെ വീണ്ടും ഖനനം ചെയ്യുകയും പുനരന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യണം. ചരിത്രത്തെ നമ്മളെപ്പോഴും റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിൻ്റെ നമ്മുടെ അറിവുകളെ നവീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ അതിൻ്റെ അടിത്തറ പാകുന്നതിൽ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ പാകുന്നതിൽ സൂഫിസം വഹിച്ച പങ്കുകളെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ വേണമെന്നാണ് HR പറഞ്ഞു വച്ചിട്ടുള്ളത്. നമുക്ക് മുഹമ്മദ് ഷമീർ കൈപ്പങ്ങര ചരിത്ര അധ്യാപകനാണ്. അദ്ദേഹം ഈ മുഗൾ കാലഘട്ടത്തിൽ മുഗളന്മാരും സൂഫികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സവിശേഷമായി പഠനം നടത്തിയിട്ടുള്ള ഒരു ചരിത്ര അക്കാദമീഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തെ കേൾക്കാൻ കുറച്ച് നേരം. മജീദ് മാഷും രണ്ടത്താണി സാറും പറഞ്ഞതിൻ്റെ അവിടുന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ സൂഫിസം, അല്ലെ പ്രധാനപ്പെട്ട സൂഫിമാർ, അറിയപ്പെടുന്ന സൂഫിമാർ ആദ്യമായിട്ട് വരാൻ തുടങ്ങുന്നത് 11-ാം നൂറ്റാണ്ട് മുതലാണ്. ഇപ്പോൾ ഷെയ്ഖ് അലി ഹലുജിവരി അദ്ദേഹത്തിൻ്റെ കശ്ഫുൽ മഹജൂബ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മജീദ് മാഷാണ് ഇതിൻ്റെ ഇത് ആങ്കർ ചെയ്യുന്ന ഇത് ചെയ്യുന്നതിനുള്ളൊരു സന്തോഷം കൂടെയുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ സൂഫിമാരും സുൽത്താൻമാരും തമ്മിൽ വളരെ നല്ല ഒരു റിലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെല്ലാ കാലത്തും ശ്രദ്ധിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യമായിട്ട് വന്ന ചിസ്തി സിൽസിലയിലെ ഇന്ത്യയിൽ ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, അദ്ദേഹം ഇന്ത്യയിൽ വരുന്ന അതേ സമയത്ത് തന്നെയാണ് മുഹമ്മദ് ഘോറിയും ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഘോറിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറയാറുള്ളൊരു കഥ, ഈ സൂഫിയുടെ
ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഘോറിക്ക് ഇന്ത്യയിൽ യുദ്ധവിജയമുണ്ടായതെന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും രാജാക്കന്മാരെപ്പോഴും സൂഫിമാരുടെ ഇഷ്ടം തേടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ചിശ്തി സിൽസിലയിലെ അടുത്ത പ്രധാനപ്പെട്ട സൂഫിയായിരുന്ന ഖ്വാജ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി, അദ്ദേഹം ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഘോറിക്ക് ശേഷം ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിതമായി. അതിൽ ആദ്യത്തെ രാജാംശമായിട്ടുള്ള ഈ അടിമ രാജാംശം ഉണ്ടായി. ഈ അടിമ രാജാംശത്തിലെ സുൽത്താൻമാർ, ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഖുതുബുദ്ദീൻ ഐബക്ക് ആണെങ്കിലും അതേപോലെ ഇൽത്തുമിഷ് ആണെങ്കിലും, ഇവരുമായിട്ട് ഈ സൂഫിമാരുമായിട്ട് എപ്പോഴും അടുത്തുകൂടാൻ ശ്രമിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു നല്ലൊരു ഉദാഹരണം, ഡൽഹിയിൽ നമ്മൾ പോയാൽ അവിടെ ഈ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ദർഗ നിൽക്കുന്ന അവിടെ ഒരു വലിയ കുളമുണ്ട് അതിൻ്റെ പരിസരത്തായിട്ട്. അപ്പോൾ ഹൗസ് ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ വാട്ടർ ടാങ്ക് എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കഥ, അദ്ദേഹം അവിടുത്തെ ആളുകൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ കുളം കുഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇത് എവിടെ കുഴിക്കണമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് ഒരു തൃപ്തികരമായ ഒരു സ്ഥലം കണ്ടെത്താതെ വന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഈ ബക്തിയാർ കാക്കിയുടെ ചില്ലയിൽ പോയിട്ട് അദ്ദേഹത്തെ കാണാണ്. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ആൻസർ വരും. അങ്ങനെ അന്ന് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് പ്രവാചകനെ സ്വപ്ന ദർശനമുണ്ടാവുകയും പ്രവാചകൻ്റെ ഈ സ്വപ്ന ദർശനത്തിൽ പ്രവാചകൻ കയറിയിരുന്ന കുതിരയുടെ കുളമ്പ് പതിഞ്ഞ സ്ഥലത്ത് അദ്ദേഹം കുളം കുഴിക്കുകയും ചെയ്തു എന്നാണ് ആ ഒരു കഥ. പക്ഷെ ആ കുളം ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് മാത്രമല്ല, പിന്നീട് വന്ന രാജാക്കന്മാരൊക്കെ ആ കുളത്തോട് ഒരുപാട് അഡീഷൻസ് നടത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ശേഷം പിന്നീട് ഡൽഹി ഭരിക്കുന്നത് പ്രധാനപ്പെട്ടൊരു ഭരണാധികാരി സുൽത്താൻ റസിയയാണ്. ഈ സുൽത്താൻ റസിയ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഖബർ അടക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലവും ഒരു സൂഫിയുടെ ചില്ലയാണ്. സൂഫിയായിരുന്ന ഷെയ്ഖ് തുർക്കുമാൻ ബയാബാനി, ഇപ്പോൾ അത് തുർക്കുമാൻ ഗേറ്റ് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അന്നൊരു കാട് പിടിച്ച പ്രദേശമായിരുന്നു അത്ര. അവിടെയാണ് ഇവരുടെ ഖബറിന് വേണ്ടി സ്ഥലം കണ്ടെത്തുന്നത്. പിന്നീട് ഇതേപോലെ എപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും സൂഫിമാരുമായിട്ട് ഇവർ അടുത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് ശേഷം ഈ ഡൽഹി സുൽത്താനേറ്റിൽ പിന്നീട് ലോധി രാജാംശം വന്നു. സിക്കന്ദർ ലോധി അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് കണ്ട സൂഫിയായിരുന്നു ഷെയ്ഖ് ജമാലി. ഇപ്പോഴും നമുക്ക് ഡൽഹിയിൽ പോയാൽ അവിടെ ജമാലി കമാലി മോസ്ക് കാണാൻ പറ്റും. പിന്നീട് ബാബർ വന്നപ്പോൾ 1526 അദ്ദേഹം ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധം വിജയിച്ച ശേഷം ആദ്യം ചെയ്യുന്നൊരു കാര്യം അവിടെ ദർഗകൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. ബാബറും ഈ ഷെയ്ഖ് ജമാലിയെ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം ഹുമയൂണും അദ്ദേഹത്തെ ഗുരുവായിട്ട് കാണുന്നുണ്ട്. പിന്നീട് മുഗൾ രാജവംശത്തിൽ പിന്നെ വരുന്നത് അക്ബറാണ്. അക്ബറിൻ്റെ കാലത്ത് അദ്ദേഹം ഗുരുവായിട്ട് ഒരു സൂഫിയെ കാണുന്നുണ്ട്. അത് ഷെയ്ഖ് സലീം ചിസ്തിയാണ്. അപ്പോൾ അതിന് പിന്നിൽ പറയുന്നൊരു കഥ, അക്ബർക്ക് ആൺമക്കളില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, നിങ്ങൾ ഈ ഇങ്ങനെ അന്ന് ഈ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ചില്ല ഈ കാൻഗാവ് ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ അത് ഫത്തേപൂർ സിക്രിയാണ്. അന്നതൊരു ഗ്രാമമായിരുന്നു. ഈ സിക്രിയിലൊരു സൂഫിയുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അക്ബർ ചക്രവർത്തി അവിടെ വരുന്നു. ഈ സൂഫി പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ജനിക്കും, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ആ കുട്ടിക്ക് എൻ്റെ പേര് വെക്കണം. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ പത്നി ജോതാബായി ഗർഭിണിയായി. ആ കുട്ടി അവിടെ പ്രസവിച്ചു. ആ കുട്ടിയാണ് പിന്നെ സലീം രാജകുമാരൻ, പിന്നീട് ജഹാംഗീർ ചക്രവർത്തിയായി മാറുന്നത്. അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം തന്നെ ആഗ്രയിൽ നിന്ന് ഫത്തേപൂരിലേക്ക് മാറ്റുകയും അവിടെ ഒരു പുതിയ നഗരം പണിതു, ഫത്തേപൂർ സിക്രി, ഒരു കോട്ട പണിതു. പിന്നീട് ഏകദേശം 10 വർഷത്തിലധികം അദ്ദേഹം അവിടെ ഭരിക്കുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 14 തവണ അദ്ദേഹം ഈ അജ്മീർ ദർഗയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുത്രൻ
ജഹാംഗീർ. ഈ ജഹാംഗീറിൻ്റെ കാലത്ത് അദ്ദേഹം ഡക്കാൻ പടയോട്ടത്തിന് തീരുമാനിക്കുമ്പോൾ ആദ്യമായിട്ട് അനുഗ്രഹം തേടി പോകുന്നത് സൂഫിയായിരുന്ന മിയാമീറിൻ്റെ ഖാൻഗാഹിലാണ്. പക്ഷെ അത് കിട്ടുന്നില്ല, അത് വേറെ കാര്യം. അതേപോലെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷാജഹാൻ അധികാരം പിടിച്ചെടുത്ത് അദ്ദേഹം ചക്രവർത്തി പദത്തിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം ചെയ്യുന്നത് ഈ അജ്മീർ ദർഗയിൽ പോകാന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസീബ്, സാറ് റെഫർ ചെയ്തു. ഔറംഗസീബിൻ്റെ അദ്ദേഹത്തിൻ്റെ ഖബർ ഉള്ളത് തന്നെ ഒരു സൂഫി ദർഗയോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഔറംഗാബാദിൽ. ഇങ്ങനൊരു വലിയ കണക്ഷൻ നമുക്കിതിൽ കാണാൻ പറ്റും. മാത്രമല്ല, ഔറംഗസീബിന് ശേഷം മുഗൾ ചക്രവർത്തിമാരായിട്ടുള്ള ആളുകളിൽ ഒട്ടുമിക്ക പേരും അവരുടെ ഖബറിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് സൂഫി ദർഗകളിലാണ്. അപ്പം ബക്തിയാർ കാക്കിയുടെ ദർഗയോട് ചേർന്നുകൊണ്ട് 6 മുഗൾ ചക്രവർത്തിമാരുടെ ഖബറുകളുണ്ട്. ഡൽഹിയിൽ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയോട് ചേർന്നുകൊണ്ട് 5 മുഗൾ ചക്രവർത്തിമാരുടെ ഖബറുകളുണ്ട്. അതിന് പുറമെ ധാരാളം പ്രിൻസ്മാരും പ്രിൻസസും ഒക്കെ വേറെയുണ്ട്. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ, അദ്ദേഹം ആഗ്രഹിച്ചത് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഖബർ ബക്തിയാർ കാക്കിയുടെ ദർഗക്കരികെ വേണോ എന്നാണ്. അങ്ങനെ അവിടെ അദ്ദേഹം ഒരു ഖബർ കുഴിക്കുകയും ചെയ്തു. പക്ഷേ 1857 ഈ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം പിടിക്കപ്പെടുകയും റംഗൂണിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ആ ഖബർ മൂടപ്പെടാത്തൊരു ഖബറായി അവിടെ അവശേഷിക്കുന്നു. അപ്പോൾ ഒരു വലിയ കണക്ഷൻ ഈ 2 ആളുകൾക്കും ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സൂഫിസത്തെയും മറ്റും ജനകീയമാക്കുന്നതിൽ ഈ കണക്ഷൻ വലിയ രൂപത്തിൽ ഉപകരിച്ചിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കണക്ഷനിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം നിസാമുദ്ദീൻ ഔലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പോകുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകുകയല്ല, എന്നെ വരെയാണ് വേണ്ടതുണ്ട്. കാരണം അതിൽ ഇൽമിൻ്റെയും പാണ്ഡിത്യത്തിനെയും അത് എപ്പോഴും അധികാരത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും മീതെയാണ് എന്നൊരു സന്ദേശം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇമാം റബ്ബാനി ജയിലിലടക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഈ എപ്പോഴും ഈ ഒരു സൂഫികൾ രാജാക്കന്മാർക്ക് വിധേയരായിരുന്നില്ല എന്നും അവരുടെ ഒരു പ്രാമാണ്യം ഭരണാധികാരികൾ അംഗീകരിച്ചിട്ടുണ്ട്, അത് അവരുടെ ഹിതത്തിനെതിരാവുമ്പോൾ അവർ സൂഫികൾക്കെതിരെ നിൽക്കുകയും ചെയ്തിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതൊന്ന് വിശദീകരിക്കാൻ പറ്റും. സൂഫി സരണികൾ ഈ വിഷയത്തിൽ 2 ശൈലി സ്വീകരിച്ചവരുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ചിന്തിച്ച് നോക്കിയാൽ എന്ത് നിലപാടാണ് നമ്മൾ അധികാരി വർഗത്തോട് എടുക്കേണ്ടത്? 2 രൂപത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ ചിസ്തി സിൽസില അങ്ങനെ ചെയ്തവരാണ്, അവർ കൊട്ടാരങ്ങളിൽ പോകാത്തവരാണ്. എന്നാൽ ചില സിൽസിലകൾ, ഇപ്പോൾ ഡൽഹിയിലുള്ള സുഹ്രവർദി സിൽസില പോലെ ചില സിൽസിലകൾ മനസ്സിലാക്കുന്നത് നമ്മളവരെ മാറ്റി നിർത്തുകയല്ല, അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ നല്ല വഴിയിലേക്ക്, ജനങ്ങൾക്ക് നന്മ കിട്ടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഈ ഇങ്ങനെ സൂഫിമാരാണ് രാജാക്കന്മാരോട് എതിരിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ ഷെയ്ഖ് കമാലിയെ പറ്റി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സിക്കന്ദർ ലോധിയോട് അദ്ദേഹം നിസ്കരിക്കാതെ വന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു എന്നാണ്. ഒരു ചക്രവർത്തിയോട് മുഖത്ത് നോക്കി പറയാന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. മിയാമീറിൻ്റെ അടുത്ത് ജഹാംഗീർ പോകുന്നൊരു വലിയ കഥ പറയുന്നുണ്ട്. ജഹാംഗീർ പോകുന്ന സമയത്ത് മിയാമീറിൻ്റെ ഈ ഖാൻഗാഹ് അന്ന് ലാഹോറിലാണ്. അവിടെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുരീദന്മാർ പറഞ്ഞു, വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ഷെയ്ഖിൻ്റെ പെർമിഷനും കിട്ടിയിട്ട് അകത്ത് കടക്കാവുമെന്ന്. ഒരു ചക്രവർത്തിയോട് ഒരു മുരീദ് പറയുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന്. അതൊരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് പറയാൻ ആ മുരീദിന് ധൈര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി അകത്ത് കടന്നപ്പോൾ ചക്രവർത്തി നീരസം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് സൂഫിക്ക് എന്തിനാണ് പാറാവ്? നമ്മൾ ചോദിക്കാറില്ല, ഓലപ്പുരക്ക് എന്തിനാണ് ഗേറ്റ്, സൂഫിക്ക് എന്തിനാണ് പാറാവ്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഈ സോർത്തന്മാർ കയറാതിരിക്കാനാണ്. മുഖത്ത് നോക്കി പറയാം. അപ്പോൾ അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച്. രണ്ടാമത്തെ സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഔറംഗസീബിനെ എതിർത്ത സൂഫിമാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നേരത്തെ ദാരാഷുക്കോ, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ദാരാഷുക്കോ ചക്രവർത്തിയാവണമെന്നായിരുന്നു ഷാജഹാൻ ആഗ്രഹിച്ചത്. ഈ ദാരാഷുക്കോക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള സൂഫി സർമദ് ഉണ്ടായിരുന്നു. സൂഫി സർമദിനെ ഔറംഗസീബിൻ്റെ കാലത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്.
അതേപോലെ ജലാലുദ്ദീൻ ഖിൽജി സിദി മൗലയെ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പം ഇത് പറയാനുള്ള ധൈര്യം കാണിക്കുന്നത് ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സൂഫിമാർ തന്നെയാണ് ധൈര്യം കാണിച്ചിട്ടുള്ളൂ. ഇത് സെനൽത്താൻ ഇതിലൊരു കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഷമീർ വളരെ ഈ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ രാജാക്കന്മാർ പലപ്പോഴും സൂഫികളെ അംഗീകരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ സൂഫികളെ എതിർത്തിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും ഉദ്ദേശങ്ങളും നമ്മളതുപോലെ തന്നെയാണ് കാണേണ്ടത്. ഒരു പള്ളി ഒരു രാജാവ് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ആ രാജാവ് നല്ല ആളാണ്, പള്ളി നിർമ്മിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പലയിടത്തും ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ മേലെ പള്ളി നിർമ്മിച്ചു. ഏതെങ്കിലും കിതാബിലോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വകുപ്പിലോ അങ്ങനെ വകുപ്പുണ്ടോ? അപ്പോൾ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാണ് തങ്ങളുടെ സ്വാധീനം നിലനിർത്തുക, അതിൽ ചിലപ്പോൾ ജനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ഉദ്ദേശമുള്ള പല ഭരണാധികാരികളുണ്ടാവും. എല്ലാ ഭരണാധികാരികളും ഒരുപോലെ ആവില്ല. അതേസമയം നന്മ ചെയ്തുകൊണ്ട് ജനങ്ങളിൽ ഒരു നല്ല പേരുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ ജനങ്ങളിൽ നല്ല പേരുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതും ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതും ഒക്കെ രണ്ട് തന്നെയാണല്ലോ. അപ്പോൾ സൂഫികളുമായിട്ടുള്ള ബന്ധത്തിൽ അത് നേരത്തെ മജി സാറ് പറഞ്ഞതുപോലെ തന്നെ അത് പരസ്പരം ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചാണ്. ഇപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വലിയ രാജാവാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് സൂഫികളുണ്ടായിരുന്നു. സൂഫികളെ അടുത്ത് ഇരുത്തിയിട്ട് ചോറ് തിന്നുന്നത് വലിയൊരു ഒരു അനുഗ്രഹമായിട്ട് അദ്ദേഹം കരുതിയിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും സൂഫിയെ കൊണ്ടുവന്നിരുത്തും. ബാൽബനും ഇതുപോലെയായിരുന്നു. ബാൽബൻ ചക്രവർത്തിക്ക് അദ്ദേഹം സൂഫികളടുത്ത് ചെന്നിട്ട് ഡൽഹിയിലെ ഇമാമാകാൻ പറഞ്ഞപ്പോൾ ചിഷ്തികൾ, നേരത്തെ ഷമീർ പറഞ്ഞു, ചിഷ്തികളൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. നിസാമുദ്ദീൻ ഔലിയുടെ കാലത്ത് 7 ഭരണാധികാരികൾ ഡൽഹി ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ ഭരണാധികാരിയുടെ വിളിയെങ്കിലും കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം അവരടുത്ത് പോയാൽ നമ്മുടെ ഈമാൻ പോകും എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലാതെ ഭരണാധികാരിയുടെ അടുത്ത് പോയാൽ ഈമാൻ പോകും എന്നുള്ളതല്ല. പക്ഷെ ഇതുപോലുള്ളൊരു ഭരണാധികാരികൾ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈമാൻ പോകും. ഞാൻ അവർ തരുന്ന സംഗതി സാധനം ഗിഫ്റ്റ് കിട്ടുമ്പോൾ എൻ്റെ മനസ്സ് അതിലേക്ക് ചാഞ്ഞു പോകും, അവരെ വിമർശിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരിക്കൽ സുൽത്താനെ ആദിൽ എന്ന് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തപ്പോൾ ഷെയ്ഖ് റുക്കുനുദ്ദീൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സുൽത്താനെ ആദിൽ അല്ല, നിങ്ങൾ ജസ്റ്റിസ് റൂളറല്ല, നീതിമാനായ ഭരണാധികാരിയല്ല എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ദേഷ്യം വന്നു. ഈ സൂഫിയെ എടുത്തു കൊണ്ടുപോയി അദ്ദേഹം കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞതിൻ്റെ പേരിൽ ആ സൂഫിയെ കൊണ്ടുപോയി കൊന്നു. അപ്പോൾ തങ്ങളെ അനുകൂലിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ അവർ സഹായം ചെയ്തിരുന്നു, എല്ലാ ഗിഫ്റ്റുകളും കൊടുത്തിരുന്നു. പക്ഷേ എല്ലാ ഗിഫ്റ്റുകളും അവർ സ്വീകരിച്ചുകൊള്ളണമെന്നില്ല. നിസാമുദ്ദീൻ ഔലിയക്ക് ജലാലുദ്ദീൻ ഖൽജി കുറേ ഗിഫ്റ്റുകൾ കൊടുത്തയച്ചു. പക്ഷേ ആ ഗിഫ്റ്റ് ഖിയാസുദ്ദീൻ തുഗ്ലക്ക് കുറേ ഗിഫ്റ്റുകൾ കൊടുത്തയച്ചു. ആ ഗിഫ്റ്റ് ഉടനെ തന്നെ അദ്ദേഹം ആളുകൾക്കൊക്കെ വിതരണം ചെയ്തു. അപ്പോൾ എന്തിനാണ് ഗിഫ്റ്റ് കൊടുത്തയച്ചത്? പിന്നെ ഒരു ദൂതനെ അയക്കുകയാണ്, അല്ല ഞാൻ ഒന്ന് അങ്ങോട്ട് വരട്ടെ, എനിക്ക് അങ്ങയെ സന്ദർശിക്കണം എന്നൊക്കെ നല്ല വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു, എൻ്റെ ഖാൻകാഹിന് 2 വാതിലുണ്ട്, ഒരു ഭാഗത്തു കൂടെ സുൽത്താൻ വരികയാണെങ്കിൽ ഞാൻ മറുഭാഗത്തു കൂടെ ഓടി രക്ഷപ്പെടും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ വിവരം സുൽത്താൻ അറിഞ്ഞപ്പോൾ സുൽത്താൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ തന്ന എൻ്റെ സ്വർണ്ണ നാണയങ്ങൾ കൂമ്പാരമൊക്കെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഔലിയ പറഞ്ഞു, ഈ സ്വർണം നീ എൻ്റെ കയ്യിലുള്ള എല്ലാ സ്വർണവും എല്ലാ നാണയങ്ങളൊക്കെ ജനങ്ങളുടേതാണ്, ഞാനത് ജനങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് വളരെ നേരത്തെ പറഞ്ഞതുപോലെ ധൈര്യപൂർവ്വം തന്നെ ഇവരുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു ഉറച്ച നിലപാട് അവർക്കുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ ഒരു ആദ്യകാലം 2 കാലമുണ്ട്. ആദ്യകാലത്ത് അദ്ദേഹം പറഞ്ഞല്ലോ 14 തവണ അദ്ദേഹം മൊയ്നുദ്ദീൻ ചിശ്തിയുടെ അടുത്തേക്ക് പോയി, അവിടെ പോയി പ്രാർത്ഥിച്ചു, അവിടെ പള്ളികൾ ഉണ്ടാക്കിക്കൊടുത്തു, അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. അതൊക്കെ ഓരോ വിജയം ഉണ്ടാകുമ്പോഴും അദ്ദേഹം അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അർച്ചനകൾ വഴിപാടുകളൊക്കെ നടത്തുമായിരുന്നു.
അങ്ങനെയുള്ള അക്ബർ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരികയാണ്. അദ്ദേഹം ഒരു ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്ക് എതിരായിട്ട് വരികയാണ്. അതിൻ്റെ ഒരു ഭാഗം എന്നോണം അദ്ദേഹം ഒരു സൂഫി പ്രസ്ഥാനം, കാരണം സൂഫി തുടങ്ങിയാൽ അന്ന് ആളുകളെ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് പ്രസ്ഥാനം ഉണ്ടാകുമ്പോഴും അതൊരു ഷെയ്ഖ് ഉണ്ടാകും, അതിന് കുറേ മുരീദന്മാരുണ്ടാകും. ആ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ദീനെ ഇലാഹി എന്ന് പറയുന്ന ഒരു സൂഫി പ്രസ്ഥാനം ഉണ്ടാക്കി. അത് ചിലർ മതമാണെന്ന് പറഞ്ഞു. അത് ബ്രിട്ടീഷുകാർ ട്രാൻസ്ലേഷൻ നടത്തിയപ്പോഴുള്ള കുഴപ്പമാണ്. അദ്ദേഹം മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം തൗഹീദെ ഇലാഹി എന്ന പേരിൽ ഒരു സൂഫി പ്രസ്ഥാനം ഉണ്ടായത്. അതിൻ്റെ ഷെയ്ഖ് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ എന്തിനാണ് അത് ഉണ്ടാക്കിയത്? അദ്ദേഹത്തിന് ഒരു ഷെയ്ഖ് മാത്രമല്ല, അദ്ദേഹം ദൈവത്തിൻ്റെ പദവിയിൽ തന്നെയാണ്. ലില്ലാഹി ഫിൽ അർള്, ദൈവത്തിൻ്റെ നിഴലാണ് ഭൂമിയിൽ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ചെയ്തത്. അതുമാത്രമല്ല, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചതും. അന്ന് നമ്മൾ സാധാരണ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം ഒരാളെ കാണുമ്പോൾ, ഇതിൽ അംഗങ്ങളായ ആളുകൾ പരസ്പരം കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുമ്പോൾ അള്ളാഹു അക്ബറിനൊരു കുഴപ്പമില്ല. പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതേക്കുറിച്ച് വേറെ മുന്തഖബാത്ത് തവാരിഖ് എന്ന് പറയുന്ന താരീഖിൽ അബ്ദുൽ ഖാദിർ ബദയൂനി എഴുതുകയാണ്, അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് വിളിപ്പിച്ചത് ഒന്നുകൊണ്ടല്ല, അള്ളാഹു അക്ബറാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ്. സാധാരണ ജനങ്ങളിത് അറിയാതെ അള്ളാഹു അക്ബർ എന്ന് പറയും. അതിന് മറുപടി എന്താ പറയുക? അതിന് അള്ളാഹു ജല്ല ജലാലുഹു എന്ന് മറുപടി പറയണം, വലൈക്കും അസ്സലാം എന്ന് പറയുന്നതിന് പകരം. അപ്പോൾ ജല്ല ജലാലുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബദയൂനി പറയുന്നത് ജലാലുദ്ദീൻ എന്ന് പറയുന്നത് അക്ബറിൻ്റെ പേരാണ്. അപ്പോൾ അള്ളാഹു ജല്ല ജലാലുഹു എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ തന്നെയാണ് ദൈവം എന്ന് കാണിച്ചു കൊടുക്കലാണ്. ഇത് പക്ഷേ അവർ തമ്മിലുള്ള പ്രയാസങ്ങളായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെ എഴുതുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ദർശനം കൊടുക്കുക എന്ന പദവിയുണ്ട്, മുഖം കാണിക്കുക. അപ്പോൾ എല്ലാ ആളുകളും താഴെ കൊട്ടാരത്തിൻ്റെ അടുത്ത് നിന്ന് നിൽക്കും. എന്നിട്ട് അദ്ദേഹം മട്ടുപ്പാവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് നല്ല മിനുക്കിയ ഒരു മുഖം ഒന്ന് കാണിക്കും. അത് കാണിക്കുന്നത് ദൈവത്തെ ദർശിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഈ ഒരുതരം സ്യൂഡോ സൂഫിസം അന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ വല്ലാതെ പരിഷ്കരിക്കാനൊന്നും ആരും തയ്യാറായില്ല. അതുമാത്രമല്ല, പലരും ഇപ്പോൾ നമസ്കരിക്കാതെ നടക്കുന്ന ഒരുപാട് സൂഫികളായ ആളുകളുണ്ടായിരുന്നു, മലാമാത്തികൾ എന്ന് പറയുന്നത്. ആ സൂഫികളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഷെയ്ഖ് ജാദു എന്ന് പറയുന്ന ഒരു സൂഫിയെ അദ്ദേഹം നിസ്കരിക്കുന്ന ആരും കാണാറില്ല, ഒന്നും കാണാറില്ല. അപ്പോൾ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ ആ പണ്ഡിതന് എതിരായിട്ടാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞത്, അദ്ദേഹത്തെ വിമർശിക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. കാരണം അദ്ദേഹം ഒരു പദവിയിൽ നിന്ന് അപ്പുറത്തേക്ക് സാധാരണക്കാരൻ്റെ പദവിയല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ നടക്കുന്ന എല്ലാവരെയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചർച്ചകളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയണം, കൂടുതൽ വായിക്കണം എന്നേ പറയാനുള്ളൂ. നമ്മൾ പറയുന്ന വിഷയം എനിക്ക് തോന്നുന്നത് നമ്മളെ രാജാക്കന്മാരിലും സൂഫികളുടെയും അവരുടെ ജീവിത രീതികളിലും മാത്രമാണ് കേന്ദ്രീകരിച്ച രീതിയിൽ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് നമ്മൾ മറ്റൊരു ആസ്പെക്റ്റ് കൂടി ഇതിൽ പരിഗണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നത്, ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ എന്താണ് ഈ സൂഫിസത്തിൻ്റെയും അതേപോലെ മുസ്ലിം രാജാക്കന്മാരുടെയും പങ്ക് എന്നുള്ളതാണ്. അതിൽ രണ്ട് തലത്തിലത് കാണാൻ പറ്റും. അതൊന്ന് ഇന്ത്യയുടെ ഭൗതിക വളർച്ചയിൽ, സാമ്പത്തിക വളർച്ചയിൽ, ഇന്ത്യ എന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ, ഇന്ത്യയുടെ മിക്കവാറും തരിശായി കിടന്നിരുന്ന എല്ലാ സ്ഥലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിലും. ഇപ്പോൾ മുഗൾ എക്കോണമിയെക്കുറിച്ച് തന്നെ ഇർഫാൻ ഹബീബിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ അഗ്രേറിയൻ എക്കോണമി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ കൃഷി വ്യാപിപ്പിച്ചുകൊണ്ട് ദരിദ്രമായിരുന്ന ഒരു നാടിനെ സമ്പന്നമാക്കിയത് എന്നുള്ളതാണ്. അതേപോലെ ഇന്ത്യ ഭരിച്ച മറ്റ് വിദേശ ശക്തികളൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ച് തങ്ങളുടെ നാട്ടുകളിലേക്ക് ഇന്ത്യയുടെ വിഭവങ്ങൾ കൊണ്ടുപോയപ്പോൾ മുസ്ലിം രാജാക്കന്മാർ അത് മുഴുവനും ഇവിടെ ചിലവഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ മുഹമ്മദ് ബിൻ കാസിമിൻ്റെ കാലഘട്ടത്തിൽ നോക്കാം, അവിടെ നിന്നാണല്ലോ തുടക്കം. അപ്പോൾ അദ്ദേഹം ഈ ദാഹിർ രാജാവിനെ കീഴ്പ്പെടുത്തുകയും വധിക്കുകയും അവിടെ സ്വന്തം ഭരണം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് നാടിൻ്റെ ഭരണം മുഴുവൻ ഏൽപ്പിക്കുന്നത് ഇവിടുത്തെ നേരത്തെ അധികാരത്തിലുണ്ടായിരുന്ന ബ്രാഹ്മിൻസിനെ തന്നെയാണ്. എന്നിട്ട് നികുതി വളരെ വ്യവസ്ഥാപിതമായി പിരിക്കുകയും ആ നികുതി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെയാണ്. അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്തിട്ടുള്ളത്.
അതുപയോഗിച്ചിട്ടാണ് അന്ന് സിന്ധും അനുബന്ധ പ്രദേശങ്ങളൊക്കെ സമ്പൽ സമൃദ്ധമായിട്ടുള്ളത്. ഇത് തന്നെയാണ് പിന്നീട് വന്ന ഡൽഹി സുൽത്താനത്തിൻ്റെ മുഴുവൻ രാജാക്കന്മാരും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗിയാസുദ്ദീൻ അൽബാനൊക്കെ ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ, സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ, ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ സുഗമമാക്കുന്നതിൽ, തപാൽ വ്യവസ്ഥ കൊണ്ടുവരുന്നതിലൊക്കെ പങ്ക് വഹിച്ചിട്ടുള്ളത്, വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഫിറോസ് ഷാ തുഗ്ലക്ക്, അദ്ദേഹമാണ് ഡൽഹിയെ മനോഹരമായ ഒരു നഗരമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കോൺട്രിബ്യൂഷൻസ് ഇന്ത്യയിൽ നമ്മളിന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ താജ്മഹൽ, അതുപോലെ റെഡ് ഫോർട്ട്, ആഗ്ര കോട്ട, അതേപോലെ കുത്തബ് മിനാർ, ഇതൊക്കെ ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത് എന്താണോ അതെല്ലാം മുസ്ലിം രാജാക്കന്മാരുടെ സംഭാവനകളാണ്. ഇനി സാംസ്കാരിക രംഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ഒരു ഭാഷയാണ് ഉറുദു ഭാഷ എന്നുള്ളത്. കഡീബോലി എന്ന ഒരു പ്രാദേശിക ഹിന്ദി ഭാഷയും പേർഷ്യൻ ഭാഷയും അറബിയും മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ ഭാഷ ഇന്ത്യക്ക് മുഗൾ രാജാക്കന്മാർ സംഭാവന നൽകുന്നു. ഇന്ന് 68 ദശലക്ഷം ആളുകൾ സംസാരിക്കുന്ന അവരുടെ മാതൃഭാഷയായിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു എന്നുള്ളത്. അപ്പോൾ ഈ ഉറുദു ഭാഷയിലുള്ള സാഹിത്യമാണ് ഹിന്ദി ഭാഷയിലുണ്ടായ സാഹിത്യത്തെക്കാൾ മികച്ചത് എന്ന് സാഹിത്യ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു രാജ്യത്തിന് അഭിമാനിക്കാവുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മാതൃഭാഷകളിൽ 11ാമത്തേതാണ് ഉറുദു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സമ്പന്നമായ, അതേപോലെ ഈ ഭാഷയിലുള്ള സംഗീതം, ഖവാലി, അത് അമീർ ഖുസ്രു ആണ് ഖവാലി രൂപപ്പെടുത്തുന്നത്, സിത്താറ്, തബല, ഇങ്ങനെയുള്ള സംഗീതോപകരണങ്ങൾ. അതേപോലെ പിന്നെ ഖിൽജി വംശത്തിൻ്റെ എനിക്ക് തോന്നുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ്റെ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ ഈ വൈദ്യശാസ്ത്രം, യൂനാനി വൈദ്യം, അദ്ദേഹത്തിൻ്റെ ഇതിന് അത്രയേറെ പഴക്കമുണ്ട്. 11ാം നൂറ്റാണ്ട് മുതൽ അത് ഇന്ത്യയിൽ വ്യാപിച്ച് ഇന്നിപ്പോൾ നമുക്കറിയാം ഈ കേരളത്തിൽ വരെ യുനാനി വൈദ്യം വ്യാപിച്ച് കിടക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഈ യുനാനി വൈദ്യം എന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗമാണ്, അവർ കൊണ്ടുവന്നതാണ്. അതേപോലെ നമ്മളുടെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ ബിരിയാണി, ഇന്ന് ബിരിയാണി ഒഴിച്ചുകൂടാത്ത ഒരു വിഭവമാണ് മലയാളികൾക്ക് ഉൾപ്പെടെ. അപ്പോൾ ഉത്തരേന്ത്യയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ ബിരിയാണി മുഗൾ കാലഘട്ടത്തിലാണ് വരുന്നത്. ഇന്ത്യയുടെ കുഷിനി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭക്ഷണ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ വസ്ത്ര സംസ്കാരം, ഇപ്പോൾ രാജാ റാംമോഹൻ റായിയുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം തൊപ്പി ധരിച്ചിട്ട് ഒരു മുസ്ലിം നവാബിൻ്റെ വേഷത്തിലാണ് നമ്മൾ കാണുക. അപ്പോൾ അദ്ദേഹം പുസ്തകം എഴുതുന്നത് പേർഷ്യൻ ഭാഷയിലാണ്. അപ്പോൾ ഹിന്ദു ജനവിഭാഗങ്ങളെ പോലും ഗാഢമായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംസ്കാരം രൂപപ്പെടുത്തി എന്നുള്ളത് വളരെ അധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതേപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു മതത്തിലുള്ള എല്ലാവിധ സതി ഉൾപ്പെടെയുള്ള അനാചാരങ്ങളെ, ജാതീയമായ വിവേചനങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ അധസ്ഥിതരായ ആളുകൾക്ക് ഊർജം പകർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ശങ്കരാചാര്യർ പോലും അദ്വൈതവാദത്തിന് രൂപം നൽകുന്നത്. കാരണം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഇസ്ലാം മതത്തിൻ്റെ തൗഹീദ്, ഏകദൈവത്വം എന്നതിനെ സ്വാംശീകരിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സിഖ് മതം ഉണ്ടാകുന്നത്. ഇത് ഒരു കൾച്ചറലായിട്ട് ഒരു വലിയ റെവല്യൂഷൻ തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തമസ്കരിക്കപ്പെടുമ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ ഊന്നി നിന്നുകൊണ്ട് ചരിത്രത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ചരിത്ര പഠനത്തെ അക്കാദമികമായിട്ട് അക്കാദമിഷ്യൻസ് എന്തുകൊണ്ടാണ് ഈ മേഖല ബോധപൂർവം അവഗണിക്കുന്നുണ്ടോ, നമ്മുടെ സിലബസുകളിൽ നിന്ന് അത് പുറത്താവുന്നുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇത് അക്കാദമികമായി പഠിപ്പിക്കുന്ന, ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷബീറിന് അതിലൊന്ന് ഒരു കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സിലബസും നമ്മുടെ കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും സിലബസും അതിൽ ഈ സൂഫി മുസ്ലിം രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ ഒരു പ്രാതിനിധ്യം എങ്ങനെയാണത് വരുന്നത്? റീസെൻ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ പോകുന്നതിന് മുമ്പ് സാറ് പറഞ്ഞൊരു കാര്യത്തിൽ ഒരു പോയിൻ്റ് ആഡ് ചെയ്തോട്ടെ. ഇപ്പോൾ സാറ് ഉറുദുവിൻ്റെ ഒരു കാര്യം പറഞ്ഞു. പ്രാദേശിക ഭാഷകൾ ഇന്ത്യയിൽ വളർത്തുന്നതിൽ സൂഫി കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അപ്പോൾ ഒരു ഗുഡ് എക്സാമ്പിൾ പഞ്ചാബി ഭാഷയിലെ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ബാബ ഫരീദിൻ്റെ ആദ്യത്തെ കവിത. ഉറുദുവിൽ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ദക്കിനി ഉറുദുവിൽ, അത് സൂഫിയായിരുന്ന
ഗൗസ് ദിറൗസ്, ഗേസു ഡറാസ് എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന ഗൗസ് ദിറൗസിൻ്റെതാണ് ആദ്യത്തെ ഉറുദു വർക്ക്. മിറാജുൽ ആഷിഖീൻ. ഹിന്ദിയിലെ പല ഫോംസ് ഉണ്ട്. ഇപ്പം സാറ് കരീബോളി പറഞ്ഞു, അതേപോലെ ഒരു പ്രധാനപ്പെട്ട ഫോമാണ് അവധി. അവധിയിലെ ആദ്യത്തെ മേജർ വർക്കെന്ന് പറയുന്നത് പത്മാവതാണ്. പത്മാവത് മാലിക് മുഹമ്മദ് ജയ്ഷി എന്ന് പറയുന്ന സൂഫിയുടെ വർക്കാണ്. അപ്പോൾ പ്രാദേശിക ഭാഷകൾ ഉണ്ടാക്കുന്നതിൽ ബംഗാളി ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി സാറ് പറഞ്ഞ ഈ ഒരു പാഠപുസ്തകങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ദേശീയ തലത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപകടം, പ്രശ്നം എന്ന് പറയുന്നത് ആ ഒഴിവാക്കൽ, ആ ചരിത്രം കേവലം ഒഴിവാക്കൽ മാത്രമല്ലത്, ആ ഒഴിവാക്കലിനൊരു റിതമുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കണ്ട് ഈ അടുത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, നേരത്തെ ഇപ്പോൾ ഗസ്നിയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഗസ്നിയെ പറ്റി പറയുന്നിടത്ത് പഴയ NCERT ഉപയോഗിച്ചൊരു വേർഡുണ്ട്. ഗസ്നി ആൻഡ് രാജേന്ദ്ര ചോള ആർ ദ കൺസ്ട്രക്ട് ഓഫ് ദെയർ ടൈം. ഈ രണ്ടാളുടെയും പ്രത്യേകത എന്താ പറയുക? രണ്ടാളുകളും ക്ഷേത്രം കൊള്ളയടിച്ച ആളുകളാണ്. എല്ലാവരും കൊള്ളയടിക്കും, കാരണം ക്യാഷ് ഉണ്ടോ. ബഷീർ ചോദിക്കുന്നില്ലല്ലോ, പൊൻകുരിശ് തോമയിൽ കർത്താവിനെന്തിനാണ് പൊൻകുരിശ്? അതേ ചോദ്യം ചോദിച്ചിട്ട് എല്ലാ രാജാക്കന്മാരും ചെയ്തിട്ടുണ്ട്. അപ്പം ഹർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ NCERTലെ വേർഡ് ഇതാണ്, ഗസ്നി ആൻഡ് രാജേന്ദ്ര ചോള ആർ ദ കൺസ്ട്രക്ട് ഓഫ് ദെയർ ടൈം. അവരുടെ കാലഘട്ടത്തിൻ്റെ നിർമ്മിതികളാണ്. പുതിയ NCERTയിലേക്ക് വന്നപ്പോൾ അതിൽ ചോളനില്ല, ഗസ്നിയുണ്ട്. അവിടെയാണ് ആ സെലക്ഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര അപകടമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഹിസ്റ്ററി പൂർണ്ണമായിട്ടല്ല, മുഗൾ ഹിസ്റ്ററി അല്ലെങ്കിൽ മുസ്ലിം ഹിസ്റ്ററി പൂർണ്ണമായിട്ടല്ല പുറത്താക്കപ്പെടുന്നത്, ഭാഗികമായിട്ടാണെന്നാണ്. ഇത്തരം ഭാഗങ്ങൾ എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നന്മയാണ് എവിടെ ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ മുഗൾ ഹിസ്റ്ററി നോക്കൂ. ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ ഭയന്നുകൊണ്ട് ഡൽഹി ചെങ്കോട്ടയിൽ സ്വയം കോട്ടയടച്ച് കഴിയുന്നൊരു കാലമുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് 30,000 രജപുട്ട് സോൾജേഴ്സിനെയാണ്. സ്വന്തം മക്കൾക്ക് പ്രവേശനമില്ല, 30,000 രജപുട്ട് സോൾജേഴ്സിന്. ശിവജിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 കമാൻഡേഴ്സിനെ അയക്കുന്നുണ്ട്. റുസ്തം ഖാനെ അയക്കുന്നുണ്ട്, ഷെയ്സ്ത ഖാനെ. അവരൊക്കെ തോറ്റപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട കമാൻഡറെ വിട്ടു. അതാണ് ജയ്സിംഗ് ആണ് ശിവജിയെ തോൽപ്പിക്കുന്നത്. തിരിച്ചങ്ങോട്ടും മറാത്ത ആർമിയിൽ 3-ാം പാനിപ്പത്ത് യുദ്ധം 1761 3-ാം പാനിപ്പത്ത് യുദ്ധം നടക്കുമ്പോൾ അന്നത്തെ പേഷ്വായിരുന്ന ബാലാജി ബാജിറാവു അദ്ദേഹം തൻ്റെ യുദ്ധത്തിൻ്റെ കമാൻഡ് ഏൽപ്പിക്കുന്നത് തൻ്റെ കസിനാണ്. പക്ഷേ അതിലേറ്റവും അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇബ്രാഹിം ഖാൻ ഖർദി എന്ന് പറയുന്ന കമാൻഡറായിരുന്നു. അപ്പം ഈ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ സാറ് ആദ്യമേ സൂചിപ്പിച്ച പോലെ അതിനകത്ത് വർഗീയതയില്ല. രാജാക്കന്മാർക്ക് അധികാരങ്ങളാണ് വേണ്ടത്. അതിൽ നിന്ന് ഒരു ഭാഗത്ത് മാത്രം അടർത്തി മാറ്റുമ്പോൾ ബാക്കിയാവുന്നത് ഒരു പാർഷ്യൽ ഹിസ്റ്ററി ആവും. അത് സമൂഹത്തെ തെറ്റായ സന്ദേശം നൽകും. ഇനി അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പാഠപുസ്തകങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ടത്ര ഇഫക്റ്റീവ് അല്ല. അതിനൊരു കാരണം, ക്ലാസ് മുറികളെന്ന് പറയുന്നത് ചരിത്ര പാഠത്തിൻ്റെ ഒരു വശം മാത്രമാണ്. ചരിത്രം പഠിക്കാൻ ഇന്ന് ക്ലാസ് മുറികൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാരണം, ഇന്ത്യൻ ഹിസ്റ്ററി ഏറ്റവും മനോഹരമായി കീപ്പ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലല്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ആശ്വാസം. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഏത് പുസ്തകം നിങ്ങൾ തേടിയാലും നിങ്ങൾ ആദ്യം എത്തിച്ചേരുക ബ്രിട്ടീഷ് ലൈബ്രറിയിലോ മറ്റോ ആയിരിക്കും. ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞ ടോക്കിൽ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് 3 ആളുകൾ സാറിൻ്റെ കീഴിലോട്ട് വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അവിടുത്തെ റെക്കോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇന്ത്യൻ റെക്കോർഡുകളൊക്കെ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അപരവൽക്കരണം നടക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ഇഫക്റ്റീവ് അല്ല എന്നതാണ് നമ്മുടെ ഒരു ആശ്വാസം. അപ്പോൾ ഈ ചരിത്രത്തെ വീണ്ടെടുക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് സാറ് നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ മുസ്ലിം സംഘടനകൾക്ക്, ഇസ്ലാമിക കലാലയങ്ങൾക്ക്, മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ടൊരു സ്ഥാപനത്തിൻ്റെ അധിപനൊക്കെയാണ്. മാത്രമല്ല നമ്മളെ കേരളത്തിലെ ഇസ്ലാം മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ സാരഥ്യം അദ്ദേഹം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തെ പുനരാവിഷ്കരിക്കുന്നതിൽ, അതിൽ നിന്ന് തമസ്കരിക്കപ്പെടുന്ന കാര്യങ്ങൾ വീണ്ടെടുത്ത് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഇതേപോലെയുള്ള ദഅ്വാ കോളേജുകൾക്ക്, അതേപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് എന്താണ് പ്രാക്ടിക്കലായി ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് സാറിന് പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അതേക്കുറിച്ച് പറയട്ടെ. മജീദും നമ്മളൊക്കെ ഒരുപാട് കാലം മുമ്പ് ഇതൊക്കെ എഴുതാൻ തുടങ്ങിയ കാര്യമാണ്. ഇപ്പോൾ ഈ കോളേജുകളിൽ ഹിസ്റ്ററി ആർക്കും ആവശ്യമില്ല.
അതുകൊണ്ട് ഞാനതൊക്കെ കോളേജിൽ ചെന്നാൽ ഞാൻ മടക്കി വെച്ച് ഇവിടെ വേറെ എന്തെങ്കിലും SCCA CMA ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുക. അതേസമയം അക്കാഡമിക് തലത്തിൽ ഇത് പഠിക്കാൻ അധികവും വരുന്നത് ഭൂരിപക്ഷം വിദ്യാർത്ഥിനികളാണ്. അവർക്കിത് മാർക്കിന് വേണ്ടി പഠിക്കുക എന്നതിലപ്പുറം ഇതിലെ തെറ്റും ശരിയൊന്നും തിരുത്താനുള്ള ഒരു സാഹചര്യവും ഇല്ല. അപ്പോൾ ശരിക്കും ചെയ്യാൻ കഴിയുക ഇവർക്കാണ്, നിങ്ങൾക്ക്. കാരണം ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെബ്സൈറ്റും അതോടൊപ്പം തന്നെ എന്തും എഴുതാനും ഒക്കെയുള്ള എല്ലാ സോഷ്യൽ മീഡിയാസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് പരസ്പരം ഇങ്ങനെ വഴക്കു പറഞ്ഞു പോകാനുള്ളതല്ല. പിന്നെ നേരത്തെ ഷമീർ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതൊന്നും ഒരു കൂട്ടർ ഒരു പാഠപുസ്തകത്തിൽ അല്ലെങ്കിലും എന്നാണ് ഈ മുസ്ലിം ചരിത്രമൊക്കെ ശരിക്കും പഠിപ്പിച്ചിരുന്നത്? ഒരു കാലത്തും പഠിപ്പിച്ചിട്ടില്ല. നമ്മളെന്താണ് പഠിച്ചിരുന്നത്? ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കി, ഔറംഗസേബ് ആകെ മതഭ്രാന്തനായിരുന്നു. ഇതാണ് ഇത്രകാലം ഇവരൊക്കെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇസ്ലാമിക ചരിത്രത്തെ പഠിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങളില്ല. പക്ഷേ സാധാരണ നമ്മളെന്താണ് ചെയ്യുക? ഒരാളൊരു മുസ്ലിം ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തെ പുണ്യവാളനാക്കിയിട്ട് അങ്ങോട്ട് ഉയർത്തും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വസ്തുതാപരമായ വിശകലനങ്ങൾ കുറവാണ്. അതിന് ഗവേഷണാത്മകമായ പഠനം തന്നെ ആവശ്യം. ഇതുപോലുള്ള കോളേജുകളിൽ എന്ത് വേണം? നമ്മൾ ഇങ്ങനെയുള്ള റിസർച്ച് വിങ്ങുകൾ വേണം. അവിടേക്ക് പുസ്തകങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യണം. ഞാൻ ഈ മോഡി വന്നപ്പോൾ തന്നെ, മോഡി ഭരണത്തിൽ വന്നപ്പോഴേ നമുക്കറിയാമല്ലോ ഇയാളുടെ പോക്ക് എവിടേക്കായിരിക്കും എന്നുള്ളത്. ഞാൻ അന്ന് തന്നെ ഒരു നെയ്യത്ത് വെച്ചു, ഈ സുൽത്താൻമാരുടെ ചരിത്രം, മുഗളന്മാരുടെ ചരിത്രം ഒന്ന് എഴുതണം മലയാളത്തിൽ അതിൻ്റെ പുസ്തകങ്ങളില്ല. ശരിക്ക് വിവരിക്കുന്നൊരു പുസ്തകം ഞാൻ കണ്ടില്ല. പാഠപുസ്തകങ്ങളുണ്ട് എന്നല്ലാതെ കണ്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ഞാനിത് എഴുതി ഇപ്പോൾ ഇത് പൂർത്തിയാക്കി. 2 വാള്യങ്ങളിൽ ഈ സുൽത്താൻമാരുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആധുനിക എൻ്റെ ഗുരുനാഥന്മാരായ ഇർഫാൻ ഹബീബിൻ്റെയും സമീർ സിദ്ദീഖിയുടെയും അതുപോലെ KN നിസാമിയുടെയൊക്കെ പഠനങ്ങളെ അവലംബിച്ചുകൊണ്ട് ഒരു മോഡേണൈസ്ഡ് ആയിട്ട് എങ്ങനെ വിലയിരുത്തണം. നേരത്തെ മഹമ്മൂദ് ഗസ്നിയെക്കുറിച്ച് പറഞ്ഞല്ലോ. മഹമ്മൂദ് ഗസ്നി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ഷേത്രങ്ങൾ തകർത്ത ആളാണ്. അദ്ദേഹം ക്ഷേത്രങ്ങൾ തകർത്തത് ഇസ്ലാമിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓരം പറ്റിയിരുന്ന ആളുകൾ എഴുതി വച്ചിട്ടുണ്ട്. കൊട്ടാര ചരിത്രകാരന്മാരായ ആളുകൾ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ അത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ, കാരണം ഒരു കൊട്ടാര ചരിത്രകാരൻ എപ്പോഴും എഴുതുക ആ രാജാവിൻ്റെ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിച്ചു കൊടുക്കുക ചെയ്യുക. പക്ഷെ നമുക്ക് വിശകലനം ചെയ്യാമല്ലോ അദ്ദേഹം ഈ എന്ത് തകർത്തിട്ട് എന്ത് ചെയ്തു. അപ്പോൾ അതിൽ അദ്ദേഹം ഈ കൊട്ടാരം, ഈ സോമനാഥ ക്ഷേത്രം തകർത്ത് അത് കൊണ്ടുപോയിട്ട് അതിൻ്റെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ഒരു തൻ്റെ തലസ്ഥാനമായ ഗസ്നയിലൊരു ക്ഷേത്രം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഗുഡൻസ് അദ്ദേഹത്തിന് മനസ്സിലായി. എല്ലാവരും സ്വർണ്ണം വെള്ളിയൊക്കെ അവിടെ നിക്ഷേപിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ നാട്ടിലൊന്നും നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇസ്ലാം എന്ന് പറയുന്നത് അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ഭരണാധികാരിയിലൂടെ മാത്രമേ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ പറ്റില്ല. മജീദ് സാറ് പറഞ്ഞതുപോലെ ഒരുപാട് രമ്യഹർമ്മങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും സംസ്കാരങ്ങളൊക്കെ അവർ തന്ന ആ ഗുണങ്ങളെ നമ്മൾ മറക്കുകയല്ല. പക്ഷേ അടിസ്ഥാനപരമായ ജനങ്ങൾ സമൂഹത്തിൻ്റെ മാറ്റം അവരിലൂടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവരോടൊപ്പം തന്നെ സൂഫികളുടെ ഈ ഒരു സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പുനരാഖ്യാനം നടത്താൻ നമ്മളെപ്പോലുള്ള ആളുകൾ കഴിയും. അത് വ്യത്യസ്ത ഭാഷകളിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പുള്ള കുറച്ച് വിദ്യാർത്ഥികൾ, എല്ലാവരും കൂടി ചരിത്രത്തിൻ്റെ പിന്നാലെ പോയി ചരിത്രം പേടിച്ചു പോകും. അങ്ങനെ പോകണ്ട. നല്ല സാമർഥ്യമുള്ള ആളുകൾ നിങ്ങൾ എപ്പോൾ വന്നോളൂ. ഞങ്ങളൊക്കെ ഇനിയൊക്കെ, ഞാനും മജീദ് സാറൊക്കെ ഇനി അതൊക്കെ മതിയാക്കി ഞങ്ങൾ ഇങ്ങനെ പരലോചിന്തയായിട്ട് ഇരിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വരാം. ഷമീറിനെ പോലുള്ള ചെറുപ്പക്കാരായ ആളുകളുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ സഹായവും നമ്മൾ ചെയ്തിരും. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അപ്പോൾ അതിനുള്ളൊരു ശ്രമം ഉണ്ടാവണം നിങ്ങളിൽ നിന്ന് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഒരൊറ്റ കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. സാറ് പറഞ്ഞാൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ ഒരു ചിന്ത. എന്താണെന്നറിയോ, നിങ്ങൾ വീഡിയോ ഡോക്യുമെൻ്ററിയാണ് ഈ കാലത്ത് ഏറ്റവും ആവശ്യമെന്നാണ്. ഇപ്പോൾ ഞാൻ മുഗളന്മാരും സൂഫികളും എഴുതി ഇത്രയും ശ്രമിച്ചിട്ടും അത് 2 എഡിഷനേ ആയിട്ടുള്ളൂ. 2 എഡിഷനിൽ മാത്രമേ 2 എഡിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളെ അത് വായിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരൊറ്റ ഡോക്യുമെൻ്ററി ഒരൊറ്റ ക്ലിക്കിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തും. അത് ഏറ്റവും എളുപ്പമാണ്, ലളിതമാണ്. എല്ലാ കാലത്തും അത് നെറ്റിൽ
പ്രിസർവ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്ഷനാണെന്നൂടെ ഒന്ന് ആഡ് ചെയ്യാം.